ചേട്ടാ ആ എന്തൊക്കെയുണ്ട് വിശേഷം? ഹെയർ നമ്മളെ സ്റ്റൈലൊക്കെ രസമായിട്ടുണ്ടല്ലോ. ഇതിപ്പോ ടിക്കിട്ടാക്ക വന്ന് നേരത്തെ ടിക്കിടയുടെ ഹെയർ പറഞ്ഞില്ലേ സ്റ്റൈലാണോ അത് ഇത്? തന്നെ അത് ആഹാ, തന്നെ കൊള്ളാലോ സംഭവം. സ്വാഗ് ആയിട്ടുണ്ടല്ലേ? അതെ അതെ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഇന്നേ ആണോ? വരെ ചെയ്യാത്ത ഒരു സംഭവം. ആഹാ. നമ്മളെപ്പോഴും എല്ലാത്തിലും ഹ്യൂമറും കാര്യങ്ങളാണല്ലോ. ഉം, ഉം, അപ്പൊ ഇങ്ങനെ രോഹിത് വിളിച്ച് പറഞ്ഞു, ചേട്ടാ ഇങ്ങനത്തെ ഒരു ഡിഫറെന്റ് ക്യാരക്ടറാണ്, ഉം. ഇന്റർവെല്ലിന് ശേഷം വരുന്ന ഒരു ക്യാരക്ടറാണ്, ഇന്റർവെല്ലിന് ഓ, ശേഷം ത്രൂ ക്ലൈമാക്സ് വരെ നിൽക്കുന്ന ഒരു എന്ത് ക്യാരക്ടറാണ്. ഷെയ്ഡാ? വില്ലനോ? വില്ല അതോ നായകൻ? ഹ്യൂമർ അല്ല അല്ല. അയ്യോ പക്ക സംഭവം, പക്ക സീരിയസ്, എല്ലാം ഈ ആഹാ. ഫൈറ്റ് ആണ്, കംപ്ലീറ്റ് ഫൈറ്റ്. ഒരു ഒരു ഓക്കെ. ഒരു ഈ മിലിറ്ററി ഏജൻസി പോലത്തെ ഒരു ഏജൻസിയാണ് അവർ പല സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ടും അവർ പല കേസുകൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഈ വിങ്ങിനെ പല പോലീസ് ഉപയോഗിക്കാറുണ്ട്. ആഹാ. അത്തരത്തിലുള്ള ഒരു വിങ്ങാണ്. അങ്ങനത്തെ അതിന് സിനിമ കാണാൻ കിടുവാണ്, ഒന്നും പറയാനില്ല, കിടുവായിരിക്കും. ഓക്കെ. ചേട്ടാ ഞാൻ ചോദിക്കട്ടെ, ചേട്ടന്റെ പേര് സിനിമയിൽ വന്നപ്പോ ഇട്ട പേരാണോ അതോ ചേട്ടന്റെ ശരിക്കുള്ള പേരാണോ അനിയപ്പൻ? എൻ്റെ പേര് അനിയപ്പൻ. ഈ അനിയപ്പൻ എന്നുള്ള പേര് ശരിക്കും അനിയപ്പൻ എന്ന് തന്നെയാണ്. ആഹാ. ഞാൻ ആദ്യമൊക്കെ അനിയപ്പൻ എന്ന് എനിക്ക് ഭയങ്കര സങ്കടം വരുന്നു. ഈ അനിയപ്പൻ കോളേജിലൊക്കെ ചെല്ലുമ്പോൾ എന്നെ പെണ്ണുങ്ങളൊക്കെ പേര് ചോദിക്കുമ്പോൾ ഞാൻ അനി അനൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അനിയപ്പൻ എന്ന് പറയുമ്പോൾ എനിക്ക് സങ്കടം. കാരണം അച്ഛൻ്റെ പേര് അയ്യപ്പൻ എന്നാണ്. ആഹാ. ഹോ, അപ്പൊ അങ്ങനെ. എന്നെ എൻ്റെ അപ്പയാണ് എനിക്ക് പേരിട്ടത്, കോമകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട്. അപ്പയാണ് അപ്പൊ അയ്യപ്പൻ അനിയപ്പൻ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. ആഹാ. അപ്പൊ ആദ്യമൊക്കെ ഞാൻ ഈ അനിയപ്പനിൽ വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ അനിയപ്പനിൽ ഹാപ്പിയാണ്. വെറൈറ്റി പേരാണല്ലോ. വെറൈറ്റി പേര് പിന്നെ ശ്രദ്ധിക്കുമല്ലോ, നമ്മൾ ഒരു ഓർത്തിരിക്കും. 1000 പേരെടുത്ത് കഴിഞ്ഞാൽ അനിയപ്പനൊക്കെ വളരെ കുറവായിരിക്കും. ഓർത്തിരിക്കും നമ്മൾ, റെയർ ഓർത്തിരിക്കും. പേരായത് അതെ കാരണം. ചേട്ടാ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നേരത്തെ ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ ഒരു ചെറിയ ഗ്യാപ്പ് എടുത്തു എന്ന് പറഞ്ഞല്ലോ സിനിമയില്. ജോലി കിട്ടി, സർക്കാർ ജോലി കിട്ടി പോവായിരുന്നു അല്ലേ? അപ്പൊ പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്, സിനിമ വേണ്ട, ജോലി കിട്ടിക്കഴിഞ്ഞപ്പം സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ജോലി ആയത് കാരണം അത് ചൂസ് ചെയ്തതാണോ? ദേവസ്വം ബോർഡാണല്ലോ, ദൈവങ്ങളുടെ അടുത്ത് നിൽക്കാമല്ലോ ആഹാ. അല്ലേ? ആ. ചോറ്റാനിക്കരമ്മയ്ക്ക് അടുത്ത് നിൽക്കാന്ന് നിസ്സാര കാര്യമാണോ? എല്ലാവർക്കും കിട്ടുന്ന ചോറ്റാനിക്കരയിലാണ് ഭാഗ്യമാണ്. ജോലി ഞാനിപ്പോ ചോറ്റാനിക്കരയുടെ ജോലി ചെയ്യണം. ആ ഭഗവതിനെയൊക്കെ മുമ്പിൽ ഇങ്ങനെ മാറു വഴി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അമ്മയുടെ മുമ്പിൽ നിൽക്കാന്ന് വെച്ചാൽ നിസ്സാരപ്പെട്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പൊ ഈ ദേവസ്വം ബോർഡ് ജോലി ഇങ്ങനെ വന്നു. അപ്പൊ ഒരു കൺഫ്യൂഷനിലായിരുന്നു. അത് ഏത് സിനിമയൊക്കെ കഴിഞ്ഞ സമയത്ത് ചേട്ടാ? അല്ല, അത് രസികനൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്ന സമയം. അതെനിക്ക് ഏറ്റവും വലിയൊരു സങ്കടവും കൂടി ഉണ്ട്. അത് കാരണം ഈ സിദ്ധു പനക്കൽ നിന്നിട്ട് ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ, നമുക്കറിയാലോ മലയാള സിനിമയിലെ ഈ വളരെ പേരെടുത്ത ഒരു കൺട്രോളറാണ് അദ്ദേഹം. എന്നെ ഒരു സിനിമക്ക് വിളിച്ചിട്ട് അതാണ് എനിക്കൊരു ഭയങ്കര സങ്കടമായൊരു കാര്യം അതാണ്. അതായത് ഈ അദ്ദേഹം വിളിക്കുന്ന സമയത്ത് എന്നെ വിളിച്ച് ഒരു മാസം മുമ്പേ എന്നോട് പറയാണ്, ഹൈലേസ നമ്മുടെ ഒരു സിനിമയിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ പറഞ്ഞു, ഞാനത് ഓക്കെ ചേട്ടാന്ന് പറഞ്ഞു. 4-5 ദിവസമുള്ളൂ. ഒരു ചെറിയ ക്യാരക്ടർ, ഒരു രാജൻ പി ദേവിൻ്റെ 5 മക്കളിൽ ഒരാളായിട്ടുള്ള ഒരു ക്യാരക്ടർ പറഞ്ഞു. ഈ സമയത്താണ് ഈ ജോലിക്ക് കയറിയിരിക്കണം. പക്ഷെ ജോലിക്ക് ഡേ നൈറ്റ്. അപ്പം ഞാൻ ഡേ ആണെന്ന് വിചാരിച്ചിട്ട് ഞാൻ സിദ്ധുവേട്ടനോട് ഓക്കെയും പറഞ്ഞു. പക്ഷേ സിദ്ധുവേട്ടൻ വിളിക്കുന്ന സമയത്ത് നൈറ്റുമാണ് ജോലി. എനിക്ക് ലീവ് എടുക്കാൻ പറ്റില്ല. ലീവ് എടുക്കാന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. ഒന്നാമത്തെ പാർട്ടി വഴി കയറിയേക്കണാണ്, ദേവസ്വം ബോർഡാണ്, നമുക്കറിയാലോ ഒരു ജോലി നിസ്സാര. അപ്പം ഇത് വല്ലാത്ത. പിന്നെ അദ്ദേഹം വിളിച്ചപ്പോൾ ഞാൻ ഫോൺ എടുത്തില്ല. പിന്നീട് ആ പുറത്തു നിന്ന് മാറുകയും ചെയ്ത്. പിന്നീട് സിദ്ധുവേട്ടൻ അതൊരു മാനസിക വിഷമം. ഇപ്പം ഞാനാണെങ്കിലും ഒരു കൺട്രോളല്ലേ, വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല, നമ്മൾ ആ സിനിമക്ക് കാസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ചെന്നില്ല, പിന്നെ ആ അവസാന നിമിഷം വേറൊരു ക്യാരക്ടറിനൊക്കെ അതിലേക്ക് വലിക്കിടാന്ന് വെച്ചാൽ ഒരു കൺട്രോളറുടെ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കണമായിരുന്നു. അങ്ങനെ കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും വീട്ടുകാരുടെ ഒരു ആഗ്രഹമായിരുന്നു ദേവസ്വം ബോർഡിലേക്ക് വരിക എന്നുള്ളത്. അങ്ങനെ ദേവസ്വം ബോർഡിലെത്തി. ഇപ്പൊ ചോറ്റാനിക്കരമ്പലത്തിൽ ജോലി ചെയ്യുന്നു. ചേട്ടാ നമുക്ക് സിനിമ നമുക്ക് ഭയങ്കര ആഗ്രഹമുള്ള മേഖലയാണ്. നമ്മൾ അവിടെ എത്തിപ്പെടുന്നു, കുറച്ച് ക്യാരക്ടറുകൾ ചെയ്യുന്നു. ആ ക്യാരക്ടറുകളൊക്കെ തന്നെ ചേട്ടന്റെ ഭാഗ്യം പോലെ രജിസ്റ്റർ ചെയ്യുന്ന ക്യാരക്ടറുകൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ പിന്നെ ജോലി കിട്ടി, നമ്മൾ ജോലിയിലോട്ടൊക്കെ പോകുമ്പോൾ ജോലി ചെയ്തുകൊണ്ട് നമുക്കൊരു സങ്കടം ഉണ്ടാവില്ലേ ഉള്ളില്, സിനിമയിലോട്ട് പോകാൻ പറ്റുന്നില്ല, അങ്ങനെ ഉണ്ടായിരുന്നോ ആ ഒരു സമയത്ത്? അല്ല, ഏത് ആ പറഞ്ഞ അത് തന്നെയാണ് ഈ പറഞ്ഞത്. നമുക്ക് സിദ്ധു പനക്കൽ എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടറില്ല, അത് ബോഡി ഗാർഡ് എന്ന സിനിമയിൽ എനിക്കൊരു ക്യാരക്ടർ ആദ്യം പറഞ്ഞിരുന്നതാണ് സിദ്ദിഖ് സാറ്. ഞാൻ ക്രോണിക് ബാച്ചിലൂടെയാണ് സിനിമയിൽ വന്നത്. ആദ്യത്തെ 10 മാതൃഭൂമി പേപ്പർ ഞാനിപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ ബോഡി ഗാർഡിൽ എൻ്റെ പേരുണ്ട്, അനിയപ്പൻ. ഫസ്റ്റ് എന്നെ വിളിക്കുന്നില്ല, 10-20 ദിവസമായിട്ട് എന്നെ വിളിക്കുന്നില്ല, പടം തുടങ്ങി. അപ്പം ഞാനിത് എന്നെ വിളിക്കുക. സിദ്ദിഖ് സാറിനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, സാറേ നമ്മൾ വിളിക്കുമ്പോൾ സാറിന് തിരക്കാണല്ലോ. ഒരു പ്രാവശ്യം ഫോൺ എടുത്തപ്പോഴാണ് സാറ് പറഞ്ഞത്, അനിയപ്പൻ പൂജയിലാണെന്ന് പറഞ്ഞല്ലോ അനിയപ്പ, വിളിച്ചപ്പോൾ പൂജയിലാണ്, തിരക്കാണെന്ന് പറഞ്ഞല്ലോ അനിയപ്പ, അതുകൊണ്ട് അതിൽ സിദ്ധാർത്ഥ ശിവ ആണ് ആ ക്യാരക്ടർ ചെയ്യുന്നത്. അപ്പം ഞാൻ മനസ്സിലാക്കിയത് എന്താണ്, എൻ്റെ തെറ്റാണ്. കാരണം നമ്മളുടെ കമ്മിറ്റ്മെൻറ്റിൻ്റെ ഒരു പ്രശ്നമായിരുന്നു. ഇതൊരു വല്ലാത്ത വേദനയാണ്. എന്തൊക്കെ ആയാലും എന്താ, കുറച്ച് സമയം അല്ലെങ്കിൽ കുറച്ച്
കാലങ്ങൾ സിനിമയിൽ നിന്ന് മാറി നിന്നെങ്കിലും തിരിച്ചൊരു നല്ല കംബാക്ക് തന്നെ നമുക്ക് കിട്ടി. അതായത് കുറേ നല്ല ക്യാരക്ടറുകൾ പിന്നെയും ചെയ്യാൻ പറ്റുന്നു. അപ്പം ആനന്ദ് ശ്രീബാലയാണ് ചേട്ടൻ തിരിച്ചെത്തിയ സിനിമ. അപ്പം ആനന്ദ് ശ്രീബാല, അഭിലാഷ് ചേട്ടൻ ഒക്കെ വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. അത് നമുക്ക് എല്ലാവർക്കും ചില ആൾക്കാരുണ്ട് നമ്മളെ രക്ഷിക്കാൻ. എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ എന്ന് പറയുന്ന പോലെയാണ് അഭിലാഷ് പിള്ള. ഈ അഭിലാഷ് പിള്ള ചോറ്റാനിക്കര, അദ്ദേഹത്തിന്റെ വീട് പത്തനംതിട്ട കണ്ടാണ്. അദ്ദേഹം ചോറ്റാനിക്കരയാണ് ഇപ്പൊ താമസിക്കുന്നത്. ഈ ചോറ്റാനിക്കര അമ്പലത്തിൽ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം വരും, അമ്പലത്തിൽ തൊഴാനൊക്കെ വരും. അദ്ദേഹത്തിന്റെ അമ്മ പരമഭക്തിയാണ് ചോറ്റാനിക്കര അമ്മയുടെ. അപ്പോൾ തൊഴാൻ പറയുമ്പോൾ ഇത് സിവിൽ സർവീസിനോ അങ്ങനെ എന്തോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നോട് വന്നിട്ട് ചേട്ടാ ആ സിനിമയിൽ വന്നിട്ട് മറ്റേ ഫ്രെയിം ചേട്ടാ, ഈ ഫ്രെയിം ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഇന്ന അടിച്ചേട്ടാ ഇങ്ങനെ 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 ഇങ്ങനെ. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്ന അഭിലാഷ്, നീ ഒന്നും ഇല്ലാതെ നീ നിനക്ക് ആ ഏറ്റവും നല്ലത് പഠിച്ച് മിടുക്കനാവുക. സിനിമയൊക്കെ പിന്നീട് അറിയുന്നത് അഭിലാഷിന്റെ വളർച്ചയാണ്. അതാണ് ഒരു കലാകാരന്റെ ഒരു ഡെഡിക്കേഷൻ. അതാണ് അഭിലാഷ് പിള്ള. അപ്പോൾ പറഞ്ഞു ചേട്ടാ ആനന്ദ് ശ്രീബാല എന്നെ പുതിയ പടത്തിൽ ചെയ്യാനൊരു ക്യാരക്ടറുണ്ട്, ചെറുതാണ്, ഒരു വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ ശവമൊക്കെ പൊന്തിയെടുക്കുന്ന ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് ചെയ്യുന്നു. പിന്നീട് സുമതി വിളവ് വന്നു അത് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ എനിക്ക് അവിടെ ഞാൻ ഈ സിനിമയിൽ വീണ്ടും വന്നു എന്നൊക്കെ അറിഞ്ഞപ്പോൾ കുറച്ച് സിനിമകൾ വന്നു. അപ്പോൾ എൻ്റെ ഒരു ശരിക്കും പറഞ്ഞ ഒരു ചോറ്റാനിക്കരമ്മയായിട്ട് എനിക്ക് തന്ന ഒരു വരദാനമാണ് അഭിലാഷ് പിള്ള. അതിന് പ്രത്യേകമായ ഒരു താങ്ക്സ് അഭിലാഷ് പിള്ളയ്ക്കും കുടുംബത്തിനും കൊടുത്തേ പറ്റൂ. ചേട്ടൻ ആനന്ദ് ശ്രീബാല, സുമതി വളവ്, ഇത് രണ്ടിനകത്ത് ഒരു കോമൺ ഫാക്ടർ അർജുൻ അശോകനാണ്. അർജുൻ അശോകന്റെ അച്ഛൻ ഹരിശ്രീ അശോകൻ ചേട്ടന്റെ കൂടെ ആണ് നമ്മുടെ ക്രോണിക് ബാച്ചിലറിലെ ഇന്നസെന്റ് സാർ, ഹരിശ്രീ അശോകൻ ചേട്ടൻ, നിങ്ങൾ മൂന്നുപേരും കൂടെ ഉള്ള ആ ഒരു കോമ്പിനേഷൻ സീൻ തന്നെ ഹിറ്റായിട്ടുള്ള സീൻ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഹരിശ്രീ അശോകൻ സാറിന്റെ മോൻ. അപ്പൊ അർജുൻ അശോകനെ ഫസ്റ്റ് കണ്ട സമയത്ത് നിങ്ങൾ തമ്മിൽ ഒരു കോൺവെർസേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ട്, കാരണം ഇതൊരു ഹിറ്റ് സീനാണല്ലോ. അതെ, അത് രസമാണത്. മമ്മൂക്കയുടെ ക്രോണിക് ബാച്ച്, അതിനുശേഷം ദുൽഖറിന്റെ കൂടെ ഒരു സിനിമ യമണ്ടൻ പ്രേമകഥ, അതുപോലെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഫസ്റ്റ് ദുൽഖറിനെ കാണുമ്പോൾ എന്നെ ഇൻട്രസ്റ്റ് പരിചയപ്പെട്ടു. അപ്പൊ ദുൽഖർ എന്നെ കണ്ടപ്പോൾ തന്നെ ചേട്ടാ ഞാൻ ദുൽഖറെ നമുക്ക് അവനൊക്കെ വലിയ ആർട്ടിസ്റ്റാണല്ലോ. അത് മാത്രമല്ല ഒരു വലിയ പ്രതാപിയുടെ ഒരു വലിയ ആളുടെ മകനല്ലേ. അപ്പൊ ഞാൻ നമസ്കാരം ചേട്ടാ ഇങ്ങനെയൊക്കെയാണോ നിക്കണ പോണ. അപ്പൊ അത് കാരണം ആ ചെറിയ കുഞ്ഞു പയ്യനുണ്ട്. ഞാൻ ക്രോണിക് ബാച്ചിൽ നിൽക്കുമ്പോൾ അങ്ങനെ കണ്ട് അതുപോലത്തെ ഒരു ഫീലായിരുന്നു ഈ ഹരിശ്രീ അശോകൻ ചേട്ടൻ്റെ മകൻ. ഞങ്ങൾ ആ സുമതി വളവിൽ വന്ന് കണ്ട് അതിനുശേഷം ഒരു സിനിമ കഴിഞ്ഞിട്ട്, ഈ സുമതി വളവ് റിലീസായിട്ടൊരു സിനിമ കഴിഞ്ഞിട്ട് പുറത്തേക്ക് തിയേറ്ററിൽ നിന്ന് ഞാനും വൈഫും കുട്ടികൾ ഞങ്ങളെല്ലാം കൂടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവർ തിയേറ്റർ വിസിറ്റായിട്ട് എല്ലാവരും കൂടി വരിക. അപ്പോൾ ചാനൽസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് അപ്പോൾ ചേട്ടാ അപ്പോൾ നിൽക്കണ പോണ. അതായത് അച്ഛനോട് ചോദിച്ച ചോദ്യം മോനോട് ചോദിക്കുന്നത്, അത് ഭയങ്കരമായിട്ട് കുറേ മില്യൺ കയറിയത്, കുറേ ആൾക്കാർ കയറി. അപ്പോൾ ഭയങ്കര സന്തോഷം. കാരണം അച്ഛനോട് പറഞ്ഞ ഡയലോഗ് കുറേ കഴിഞ്ഞപ്പോൾ കുറേ കാലഘട്ടത്തിന് ശേഷം മകനോട് പറയാൻ പറ്റുന്ന നല്ല ആർട്ടിസ്റ്റാണ് അർജുൻ അശോകൻ കേട്ടോ. നല്ല വിനയമുള്ള ആർട്ടിസ്റ്റാണ്. അതുപോലെ ചെയ്യുന്ന ക്യാരക്ടറൊക്കെ നല്ല പക്വതയായിട്ട് കൃത്യമായിട്ട് അവനൊരു അളവുണ്ട്. നല്ലൊരു ആർട്ടിസ്റ്റ്. ചേട്ടൻ ഈ ഡയലോഗ് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, അതായത് ഒരുപാട് ഇന്റർവ്യൂല് ചേട്ടൻ ഇത് പറഞ്ഞിട്ടുള്ളതാണ് ക്രോണിക് ബാച്ചിലറിലെ നമ്മൾ ഈ പറഞ്ഞ ആ ഒരു പെർട്ടിക്കുലർ സീനിന്റെ കാര്യം. അപ്പൊ അതിനകത്ത് ഇന്നസെന്റ് സർ ആണ് ആ ഡയലോഗ്, നരസിംഹറാവു ആണ് അത് പറഞ്ഞു തന്നത് എന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റും ചേട്ടൻ വരുന്നുണ്ട് നമ്മളിപ്പോ ഈ പറഞ്ഞ ഡയലോഗ്, നിക്കണ പോണോ എന്ന് ചോദിക്കുന്നത്. അപ്പൊ ശരിക്കും അതൊക്കെ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ഒരു ഭയങ്കര ബ്ലെസ്സിംഗ് ആണ്. പിന്നെ തീർച്ചയായിട്ടും അത് ആ ഒരു സിനിമയിൽ വരുന്നത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ്. കാരണം ഞാൻ എൻ്റെ ഫ്രണ്ട്സ് വഴിയാണ് ഞങ്ങൾ അവിടെ ചെല്ലണത് തന്നെ. സിദ്ദിഖ് സാറിന്റെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ ആ ക്യാരക്ടറായി. അപ്പൊ ഇത് അഭിനയിച്ച് കാണിച്ചോ? ഇത് അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നിട്ട് എന്റെ ഫ്രണ്ട് മഞ്ജൂഷ് വഴിയാണ് ഞങ്ങൾ അവിടെ ചെല്ലണത്. ഈ ക്യാരക്ടറിന് വേണ്ടി വിളിച്ചോ? അങ്ങനെ പോയതാ? അങ്ങനെയല്ല, ഞാൻ അന്ന് MG യൂണിവേഴ്സിറ്റി കലാപ്രതിഭയാണ്. ഞാൻ RLV കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ RLV കോളേജിനെ സംബന്ധിച്ച് ഞാൻ കഥകളി വേഷമാണ് പഠിച്ചത്. പക്ഷെ മിമിക്രി മോണോ ആക്ടിനും എനിക്ക് ഫസ്റ്റ് പ്രൈസ് ആയിരുന്നു. അപ്പൊ ആ സമയത്ത് എന്തോ ഡാൻസിനും എന്തോ ആരും ഇല്ലായിരുന്നു. ഒരു ഭാഗ്യം എന്നെ വഴിയേ. അപ്പൊ ആ സമയത്ത് സാധാരണ കലാതിലകം കലാപ്രതിഭ എന്നൊക്കെ പറയുമ്പോൾ ഡാൻസ് പഠിച്ച ആൾക്കാരൊക്കെ ആണല്ലോ. അപ്പൊ അത് വലിയ കോമഡിയാണോ. ഞാൻ അങ്കമാലിയിലാണ് എവിടെ ഒരു പ്രോഗ്രാമിന് പോയിട്ട് തിരിച്ച് ബസ്സിന് വന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ഒരാൾ പേപ്പർ വായിക്കുക. എൻ്റെ അമ്മ നുണയല്ലോ സത്യം. കൊല്ലം സിറാജുണ്ട് എൻ്റെ കൂടെ. അപ്പോൾ ഫ്രണ്ടിൽ മനോരമ പേപ്പറാണോ മാതൃഭൂമിയാണെന്ന് അറിയില്ല, ഫ്രണ്ടിൽ കലാപ്രതിഭ അനിയപ്പൻ. ആലോചിച്ച് നോക്കി. അതായത് പ്രോഗ്രാം കഴിഞ്ഞ് മത്സരം കഴിഞ്ഞിട്ട് ഞാൻ പ്രോഗ്രാമിന് പോയി, തിരിച്ചു വരുമ്പോൾ പിറ്റേ ദിവസം കലാപ്രതിഭ ഞാൻ. എടാ നിൻ്റെ പടകൂടാന്ന് പറഞ്ഞു നോക്കുമ്പോൾ കലാപ്രതിഭ. അങ്ങനെ ഈ കലാപ്രതിഭ ആയതിനു ശേഷം എൻ്റെ ഫ്രണ്ട് കൂടി ഞങ്ങൾ സിദ്ദിഖ് സാറിൻ്റെ വീട്ടിൽ ചെന്നിട്ട് സിദ്ദിഖ് സാറിനെ കണ്ട് ഈ സംഭവമൊക്കെ ചെയ്തു. അങ്ങനെ ക്രോണിക് ബാച്ചിൽ വന്നു. ക്രോണിക് ബാച്ചിൽ വന്നിട്ട്
പിന്നെ അവിടെ നിന്നാണ് ഇപ്പൊ പറഞ്ഞ പോലെ ഈ ക്യാരക്ടർ ചെയ്തു. ആ അടിയൊക്കെ ഉണ്ടപ്പോ അടിക്കുമ്പോ മാറിക്കോളേടാ പോർക്കെ എന്നുള്ള അടിയൊക്കെ ഉണ്ടല്ലോ, അത് നല്ല അടിയാണ്. ശരിക്കും പറഞ്ഞാൽ അതായത് ചാൻസ് പോകരുതെന്ന് കരുതിയിട്ടുള്ള അഭിനയം ഉണ്ടല്ലോ. ഇപ്പൊ നമ്മളൊരു സാധനം ചെയ്തിട്ട് മീറ്റർ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അത് വേണ്ട മാറ്റിക്കോ എന്ന് പറയൂല. ആ മീറ്റർ കുറയെന്ന് വിചാരിച്ചിട്ട് നമ്മൾ സകല അഭ്യാസം എടുത്തിട്ടാണ് ചെയ്യണം. ഇൻഡസ്ട്രിയിലാണ് സിദ്ദിഖിനെ വിളിച്ചിട്ട് പറഞ്ഞിട്ട് ഈക്കനെ വിളിച്ചിട്ട് പറഞ്ഞേ, സിദ്ദിഖേ നമുക്ക് ആ സീനിൽ നമുക്ക് ഈ കുടിയൻ അവിടെ എൻട്രി ചെയ്താലോ. കുടിയൻ ആ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്നു. അപ്പൊ ഇയാള് പറയുമ്പോ പേടിയാ നിന്നെ, പേടിക്കുന്ന നരസിംഹറാവുക എന്ന് പറഞ്ഞ ആ ഒരു സാധനം അങ്ങനെ ഇന്നസെന്റ് ഏട്ടൻ പറഞ്ഞിട്ടാണ് ആ ഡയലോഗ് ഇന്നസെന്റ് സാറാണ് പറഞ്ഞിരുന്നത്. അല്ല, ഇന്നസെന്റ് ഏട്ടൻ പറഞ്ഞിട്ടാണ് ആ സംഭവം അവിടെ നിന്ന് ഉണ്ടാവണത്. പിന്നെ അത് സിദ്ദിഖ് സാറിന്റെ മേക്കിംഗ് ആണ്. പക്ഷെ ഇന്നസെന്റ് ഏട്ടനാണ് ഈ ഒരു സിറ്റുവേഷനിൽ ആ കുടിയനെ അവിടേക്ക് കൊടുത്താൽ എൻട്രി ചെയ്താൽ ആ ക്യാരക്ടർ രസമായിരിക്കില്ലേ, നമുക്ക് മൊത്തത്തിൽ കൊഴുക്കില്ലേ എന്ന് ചോദിച്ചിട്ടാണ് ഈ കുടിയൻ വന്നതും. ഭാഗ്യവശാൽ അത് പിന്നീട് ക്ലൈമാക്സിലേക്ക് ആ ക്യാരക്ടർ എത്തുന്നതാണ്.